ചേച്ചി വിളിച്ചിട്ട് എന്തു പറഞ്ഞു? ജോത്സനെ കണ്ടെന്ന് പറഞ്ഞു. ആഹാ, എന്നിട്ട് പുള്ളി എന്തു പറഞ്ഞു? അച്ഛൻ വന്നോ? എന്നിട്ട് എവിടെ എന്റെ സ്നാക്സ്? രാവിലെ കൊണ്ടുവരാന്ന് പറഞ്ഞാണേ. എന്റെ സാൻവി, നീ കുറച്ച് സമയത്തേക്കോ കുറച്ച് മിണ്ടാതിരിക്കോ? ഞങ്ങൾ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത് നീ കണ്ടില്ലേ? സീരിയസ് ആണോ? ഓക്കെ, യു ഗൈസ് കണ്ടിന്യൂ. ജാതകത്തിൽ അവന് ചൊവ്വാദോഷം ഉണ്ടെന്ന്. അയ്യോ, അയ്യേ, ഇതിനാണോ അമ്മായിനെ വിട്ട് ജോത്സ്യനെ കൊണ്ടൊക്കെ നോക്കിച്ചേ? ഇത് എന്നോട് ചോദിക്കാൻ മേലായിരുന്നോ? അവന് ദോഷമുണ്ടോ എന്ന് എനിക്ക് പണ്ടേ അറിയാം. എന്നാ ഇനി മിണ്ടല്ലേ? ഓക്കെ ഡാഡ്. എന്നിട്ട് അതിന് പരിഹാരമൊന്നുമില്ലേ? അതാണ് പ്രശ്നം. അവന് ചൊവ്വാദോഷം ഉള്ളത് കൊണ്ട് തിരിച്ചും അങ്ങനെ പറ്റും. അതായത് ചൊവ്വാദോഷമുള്ള ഒരു കൊച്ചിനെ തന്നെ കണ്ടുപിടിക്കണം. എടോ, അതെങ്ങനെ പോസിബിൾ ആകും? ഇവിടെ ഹിന്ദുസ് കാണും. എന്നാലും ചൊവ്വാദോഷമുള്ള ഒരു കുട്ടീനെ പ്രത്യേകം തപ്പി പിടിച്ചെടുക്കാന്ന് പറഞ്ഞ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അതെ അമ്മ, ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട്. അത് എനിക്കും അറിയാട്ടാ. എന്നാലും ഇതങ്ങനെ കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അവന്റെ ഭാവിക്കത് ദോഷം ചെയ്താ പിന്നെ എന്ത് ചെയ്യാന്നാ താനീ പറയുന്നേ? ഏട്ടത്തി പറഞ്ഞു നാട്ടിൽ നിന്നൊരു പെങ്കൊച്ചിനെ നോക്കാന്ന്. അവിടെ ഇതൊക്കെ എളുപ്പമല്ലേ? മാത്രമല്ല ഇപ്പൊ അവന് കല്യാണം കഴിക്കാനായിട്ട് നല്ല സമയമാണെന്നാ പറഞ്ഞ്. അപ്പോ നമ്മളായിട്ട് ഇത് വെച്ച് താമസിക്കണ്ടല്ലോ. ഏയ്, നാട്ടിൽ നിന്ന് കുട്ടിയെ നോക്കുന്നതൊന്നും പ്രശ്നമല്ലടോ. ബട്ട് അവൻ ഇഷ്ടപ്പെടണ്ടേ? അവൻ ഇവിടെ ജനിച്ചു വളർന്നല്ലേ. അപ്പോ ഏയ്, അവനങ്ങനെ കുഴപ്പമൊന്നും കാണില്ലെന്നാ എനിക്ക് തോന്നുന്നേ. എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് ചേട്ടൻ സമ്മതിക്കാനാണ് ചാൻസ്. എന്തായാലും അവൻ വരട്ടെ. അവന്റെ ഡിസിഷൻ അറിഞ്ഞിട്ട് മതി ഇനി ബാക്കിയെല്ലാം. ഡോക്ടർ, Call Sanjay. ഡോക്ടർ, Yes? ഡോക്ടർ, there is an emergency case. Come fast. Oh, yeah, I'm coming. Are you okay? What's your name, doctor? Sanjay Krishna. ഗൗരവ്, ആടാ, നീ ഇറങ്ങുമല്ലേ? ആടാ, ഞാൻ ഇറങ്ങുക. എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടെ നീ വിളിച്ചേക്കണേ. ഓക്കെ. ആ, മോൻ വന്നോ? ഇന്ന് എന്താടാ ലേറ്റ് ആയേ? അതമ്മ ഇറങ്ങാൻ നേരത്തെ ഒരു എമർജൻസി കേസ് വന്നു, അതാ. ആണോ? എന്നാ മക്കളെ ചെല്ല്, ഫ്രഷ് ആയിട്ട് വാ. അമ്മ ഫുഡ് എടുത്തു വെക്കാം. അല്ലമ്മ, അച്ഛൻ എത്തിയില്ലേ? ആടാ, നേരത്തെ എത്തി. ഇപ്പൊ ഒരു കോളിലാ. അപ്പോ അവളോ? I'm here, bro. ശരി, എന്നാ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. മോനെ. എന്താ അച്ഛാ? അല്ല മോനെ, കുറച്ചുമുമ്പ് വല്യമ്മ വിളിച്ചിരുന്നു. അഞ്ജലി നിന്റെ ജാതകവും മറ്റോ ചേച്ചിക്ക് അയച്ചു കൊടുത്തിരുന്നു പോലും. അതിന്? അതിനൊന്നുമില്ല. നിനക്ക് ചൊവ്വാദോഷമുണ്ട്. അതുകൊണ്ട് നിന്റെ കല്യാണം ഉടനെ നടത്തണം എന്നാ പറഞ്ഞേ. ഇല്ലേ പിന്നെ ഇപ്പോഴൊന്നും നടക്കില്ല. എന്റെ പൊന്നമ്മ, ഇതൊക്കെ ഇക്കാലത്ത് ആരെങ്കിലും നോക്കൂ? യാ, അമ്മ നോക്കും. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകൂല. ഇതൊക്കെ ഭാവിയിൽ ദോഷം ചെയ്യും. എന്ത് ദോഷം? ഒന്ന് പോവമ്മ. ഓക്കെ, ഇപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? അത് മോനെ, നിനക്ക് ചൊവ്വാദോഷം ഉള്ളത് കൊണ്ട് നീ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയും ചൊവ്വാദോഷക്കാരിയായിരിക്കണം. അപ്പോ ഏട്ടത്തി പറഞ്ഞു കൊച്ചിനെ നമുക്ക് നാട്ടിൽ നിന്ന് നോക്കാന്ന്. ഇവിടെ നോക്കുന്നത് എളുപ്പമല്ലല്ലോ. മോൻ എന്ത് പറയുന്നു? നാട്ടിൽ നിന്ന് പെൺകുട്ടിയെ നോക്കുന്നത് കൊണ്ട് മോന് കുഴപ്പം വല്ലതും ഉണ്ടോ? നിന്റെ ഇഷ്ടം നോക്കി ഫിക്സ് ചെയ്യൂ. നിനക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാ മാത്രം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അങ്ങനെ മതി. എന്നാ അമ്മ വിളിച്ച് ഏട്ടത്തിയോട് പറയട്ടെ പെൺകൊച്ചിനെ നോക്കി തുടങ്ങാൻ.
ആ ഏട്ടത്തി, നമുക്ക് വലിയ വീട്ടിലെ കൊച്ചിനെ തന്നെ വേണമെന്നൊന്നുമില്ല. അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും അടക്കവും ഒതുക്കമുള്ള ഒരു കൊച്ചിനെ വേണം, അത്രേ ഉള്ളൂ. ആ, ഞാൻ ബ്രോക്കറിനോട് ഇന്ന് തന്നെ പറഞ്ഞേക്കാം. നീ ടെൻഷൻ ആകണ്ട, നമ്മുടെ സഞ്ജു മോന് നല്ല പെണ്ണിനെ തന്നെ കിട്ടും. എന്നാ ശരി ഏട്ടത്തി, നാളെ ഞാൻ വിളിക്കാം. അമ്മ, ഫോൺ. ആ, ആരാന്നൊന്ന് നോക്കിയേ നീ? അമ്മായി. ആ ഏട്ടത്തി, പറ. എടി, ബ്രോക്കർ ഇന്ന് 3 പിള്ളേരുടെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു. 3ഉം കൊള്ളാം. എന്നാലും അതിലൊരു കൊച്ചിന് എനിക്കങ്ങ് വല്ലാണ്ട് ഇഷ്ടായി. സഞ്ജു മോന് നന്നായിട്ട് ചേരും. എന്നാ കാണിക്കും. ഓ, ധൃതി വെക്കാതെ വേണേ, ഇപ്പൊ അയച്ചു തരാം, നിക്ക്. ശരി ഏട്ടത്തി. വന്ന കാണിക്കമ്മ, കാണിക്കേ. എടി, ഇതാ ഞാൻ പറഞ്ഞ കൊച്ച്. കൊള്ളാല്ലേ? നല്ല ഐശ്വര്യമുള്ള മോള് അല്ലേടി? ഏട്ടത്തി ഭയങ്കര സുന്ദരിയാ അല്ലേ അമ്മ? ആ, പറയടി, ഇഷ്ടായോ? ഒത്തിരി ഇഷ്ടായി. എന്താ ഐശ്വര്യം. അതാ ഞാനും പറഞ്ഞേ, അവന് ചേരുന്ന്. ആ, അവൻ എന്തായാലും ഇഷ്ടമാക്കും. ആട്ടെ, കൊച്ചിന്റെ ഫാമിലിയൊക്കെ അവൾ എന്ത് ചെയ്യുക? കൊച്ചു ആലപ്പുഴയിലുള്ളതാ, ഒരു തറവാടി കുടുംബം. ഇപ്പൊ അവൾ MA കഴിഞ്ഞ് നിക്കുവാണെന്നാ പറഞ്ഞേ. 23 വയസ്സുണ്ട് കേട്ടോ. ആഹാ. അമ്മ 2 വർഷം മുന്നേ മരിച്ചു. അച്ഛൻ സബ് രജിസ്ട്രാർ ആണ്. വീട്ടില് വരും. അപ്പോ കൊച്ചിന്റെ കൂടെ അപ്പൂപ്പൻ അമ്മമ്മയുണ്ട്. അവരാണ് നോക്കുന്നത്. നല്ല കൊച്ചാടി, നമുക്ക് പറ്റിയതുമാ. നമുക്കിതങ്ങ് നോക്കിയാ പോരെ, ഇനി വേറെ നോക്കണോ? അയ്യോ വേണ്ട ഏട്ടത്തി, എനിക്ക് മോളെ ഒരുപാട് ഇഷ്ടമായി. ഓ, ചോദിക്കാൻ വിട്ടു. അല്ല, മോളുടെ പേര്? ആ, അത് താര വിശ്വനാഥ്. നീ എന്തായാലും സഞ്ജുനെ ജയനെയും കാണിച്ചിട്ട് എന്നെ വിളിക്ക്. എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ശരി ഏട്ടത്തി, എന്നാ ഞാൻ അവര് വൈകിട്ട് വന്നിട്ട് വിളിക്കാം. ശരി എന്നാ. ഡോർ ലോക്കല്ല, കേറിക്കോ. മോൻ ബിസി ആയിരുന്നോ? ഏയ് അല്ല അമ്മ, കുറച്ച് ഇമ്പോർട്ടന്റ് റിപ്പോർട്ട് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്തേ, എന്തോ കാര്യമായിട്ട് പറയാനുണ്ടല്ലോ. ഉണ്ടെന്ന് കൂട്ടിക്കോ. എന്താ? ഇത് അച്ഛനും അമ്മയും മോന് വേണ്ടി സെലക്ട് ചെയ്ത കുട്ടിയാ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. മോനും ഇഷ്ടമാകുന്ന ഉറപ്പാ. എന്നാലും മോൻ നോക്കി പറയുന്നത് പോലെ ആവില്ലല്ലോ. അതുകൊണ്ട് മോൻ നോക്ക്. എന്നാ മോൻ നോക്കിട്ട് പറ. അമ്മ പോവാ. ശരി അമ്മ. താര. കൊച്ചിന്റെ പേരാ പറഞ്ഞ്. താര. ഓ, ഹലോ. ഇറ്റ്സ് ഓക്കെ, ഐ വിൽ മാനേജ് ഇറ്റ്. ഗുഡ് നൈറ്റ് സർ.
മോനെ സഞ്ജുട്ടാ. ഓ സഞ്ജു ബേബി, അമ്മ വിളിക്കുന്നു. മോനെ ഒരു ദോശ കൊടുത്തരട്ടെ? ഓ വൈ നോട്ട്, വെച്ചു. എന്താ അമ്മ? അല്ല മോനെ, നീയൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് ഇഷ്ടായില്ലേ കോഴ? ഏയ് അങ്ങനൊന്നുമില്ല അമ്മ. ആ അച്ഛാ, ദോശ വിഴുങ്ങി മരിച്ചേനെ. പതുക്കെ ഏട്ടാ, ഏട്ടത്തി ഏട്ടനുള്ളത് തന്നെയാ. ഉം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരിക്കും? നിനക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ, അല്ലാതെ ഞങ്ങളുടെ ഇഷ്ടം നോക്കണ്ട. യു ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ ഏട്ടാ. നിനക്ക് ഇഷ്ടായാലും ഇല്ലേലും ഞാൻ ഫിക്സ് ചെയ്തു, അതായിരിക്കും എന്റെ ഏട്ടത്തി, കേട്ടോ? ഏയ് നോ അച്ഛാ, എനിക്ക് ശരിക്കും ഇഷ്ടായി. എന്നാ അമ്മ വല്യമ്മേനെ വിളിച്ചു പറയട്ടെ, പെണ്ണു വീട്ടുകാരോട് സംസാരിക്കാൻ. ആ അമ്മ. ഏട്ടാ, ഓൾ ദി ബെസ്റ്റ്. ആ എത്തിയോ? യാത്രയൊന്നും കുഴപ്പമില്ലല്ലോ? ഏയ് ഇല്ല. എന്നാ അകത്തോട്ടിരിക്കാം. വാ മോനെ. ഇത് എന്റെ അച്ഛനും അമ്മയാണ്. എന്നാ പിന്നെ മോളെ വിളിക്കാം അല്ലേ? പിന്നെ വൈകാതെ അവളെ കാണാനല്ലേ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പോന്നേ. ആ മോള് വന്നല്ലോ. താങ്ക് യു. എന്നാ പിന്നെ ഇനി മക്കൾക്ക് വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ അത് നടക്കട്ടെ. അതും ഒരു ചടങ്ങല്ലേ. മോളെ ചെല്ലു മോനെ, പോയിട്ട് വാ. Hey, സഞ്ജയ്, താൻ അറിഞ്ഞു കാണുമല്ലോ.
ഡോക്ടർ. പിന്നെ what about you? ആ അത് ഞാൻ ഞാൻ താര ഇപ്പോ MA കഴിഞ്ഞ് നിൽക്കുക. ഓ, MA ഏത് കോഴ്സായിരുന്നു? മലയാളം. ഓ, ഗുഡ്. പിന്നെ തനിക്ക് ഓക്കെ ആണോ ഈ മാരേജ്? അല്ല, യുനോ ഇതൊരു അറേഞ്ച് മാരേജ് അല്ലേ, സോ രണ്ടുപേർക്കും ഓക്കെ ആണോ എന്ന് അറിയണ്ടേ. ദാറ്റ്സ് വൈ. ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമായില്ലേ, പിന്നെന്താ. ആരെല്ലാരും? അച്ഛൻ, മുത്തച്ഛൻ, മുത്തശ്ശി, അങ്ങനെ എല്ലാവർക്കും. അവരുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, തന്റെ ഒപ്പീനിയൻ പറ. ഡു യു ലൈക്ക് മീ? എന്നെ ഇഷ്ടമായോ? അത് പിന്നെ ശരിക്കും? ആ ദേ വന്നല്ലോ. രണ്ടാളും സംസാരിച്ചോ? എന്നിട്ട് എന്തായി തീരുമാനം? എനിക്ക് ഓക്കെ ആണച്ചാ. ഇനി മോൾക്കോ? എന്തേലും ഒന്ന് പറയുന്നേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. പറയടാ, അമ്മയല്ലേ ചോദിക്കുന്നേ? അമ്മ ഇഷ്ടമാണ്. So, how is your future wife? ഒരു പക്ക നാട്ടുമുറത്തുകാരി. Interesting. സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്ത് തോന്നി? നിന്റെ സെയിം വൈബ് തന്നെയാണോ? സെയിം വൈബാണോ എന്ന് ചോദിച്ചാ യു നോ സംതിങ്, അവക്ക് ഫോണില്ല. വാട്ട്? ഇന്നത്തെ കാലത്ത് ഫോണില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? ഉണ്ടല്ലോ, എന്റെ ഏട്ടത്തി. നിന്നിപ്പോ ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചേ? നിന്നെ പോലത്തെ ഒന്നും അല്ലല്ലോ, അതെന്നെ ഭാഗ്യം. ഇയാളാരാ? അപ്പോ അന്ന് കണ്ടി പിന്നെ നിങ്ങൾ സംസാരിച്ചിട്ടില്ല? അതിനല്ലേ അമ്മ ഡെയിലി ഏട്ടത്തിയുടെ അച്ഛന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഏട്ടത്തിയായിട്ട് സംസാരിക്കും. അപ്പൊ ഇടയ്ക്ക് ഏട്ടനും സംസാരിക്കും. ഏട്ടൻ പറയും, ഏട്ടത്തി പറയും, ഏട്ടൻ പിന്നെ പറയും, ഏട്ടത്തിയും പിന്നെ പറയും. ഭയങ്കര സംസാര. സാൻവി, ഓക്കെടാ, ഗുഡ് നൈറ്റ്. അഡ്വാൻസ് ഹാപ്പി മാരിഡ് ലൈഫ് ബ്രോ. കരിതുള്ളും മിന്നലോ കടവിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ ഉള്ളിൽ കരിതുള്ളും മിന്നലോ കടവിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ മാറിയേ തേങ്ങലിൽ പരിഭവമുറയുന്നു
ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമരലയമായി മാറിലിടയും മാരകേളിരാലസാവേഗം നീലനിലാ കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കലമായി നീ നിന്തരങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ ആ മിസ്സസ് താര സഞ്ജയ്. ഏട്ടത്തി വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഓ ഈ കുരുപ്പ് എടി, അവർ ഒരുമിച്ചല്ലേ ഭക്ഷണം കഴിക്കണ്ടേ? നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ കമ്പനിയാറ്. വരുന്നല്ലോ എന്റെ പായസത്തിൽ തൊട്ടു പോവരുത്. ഡോണ്ട് ടച്ച്. ഓക്കെ ഓക്കെ മാഡം. സെറ്റ് സെറ്റ്. വാ, നമുക്ക് അങ്ങോട്ട് പോയിരിക്കാം. നിനക്ക് ഇവരൊക്കെ എങ്ങനെയാ പരിചയം? ഇവരൊക്കെ ഏട്ടത്തിയുടെ ടീംസാ. ഇനി മുതൽ എന്റെ. മോളെ, മോനെ കൂട്ടി കാവിൽ പോയി തൊഴുതിട്ട് വാ. വാ. ഇത് നിങ്ങളുടെ സ്വന്തമാണോ ഈ പ്ലേസ്? അതേലോ, ദോ നമ്മുടെ വീട്. ഓ, അപ്പൊ ഇവിടെ ആളുകൾ എപ്പോഴും വരുന്ന സ്ഥലമാണല്ലേ? ഞാനാ ഇവിടെ വൈകിട്ട് വിളക്ക് കത്തിക്കുന്നെ. തനിക്ക് പേടിയില്ലേ? എനിക്ക് കുഞ്ഞിലെ മുതലേ ശീലാണ്. പേടിപ്പിക്കാൻ വേണ്ടിയൊന്നുമില്ല. സോറി. എന്റെ ഭഗവാനെ, ഞാൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് പോവാ. എന്താണോ ഏതാണോ ഒന്നും എനിക്കറിയില്ല. എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ. ഞങ്ങളെ അനുഗ്രഹിക്കണേ. സമയത്തിന് ഭക്ഷണം മരുന്നൊക്കെ കഴിക്കണം. അടാ, എല്ലാം ചെയ്തോളാം. എന്റെ കുഞ്ഞ് സന്തോഷായിട്ട് ഇരുന്നാ മതി. ഞാനില്ലെന്ന് വെച്ച് മധുരം ഒന്നും എടുത്ത് കഴിക്കില്ലേ. ഒറ്റയ്ക്ക് നേടി നടക്കാൻ പോകണ്ട. അഥവാ പോണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഉണ്ണിക്കുട്ടനെ വിളിച്ചോണ്ടേ പോകാവുള്ളൂ. കേട്ടോ? എന്റെ മോള് സന്തോഷായിട്ടിരിക്കണം. നോക്കിക്കോണേ മോനെ, എനിക്കെല്ലായിട്ട് അവിടെയുള്ളൂ. ഒന്നും കൊണ്ടും പേടിക്കണ്ട, പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. ഇത് രണ്ടാളും കൂടെ ഷെയർ ചെയ്ത് കുടിക്കണം. എന്റെ കാലത്ത് ഞാൻ നിങ്ങളുടെ അച്ഛന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ട്. ഇക്കാലത്തൊക്കെ ആരിതൊക്കെ ചെയ്യാൻ? അമ്മാ, ക്രിഞ്ചിന്റെ 1000. നിങ്ങൾക്കൊന്നും ഇതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. എന്നാ മോളെ ചെല്ലേ, അവൻ റൂമിൽ കാണും. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ്. Hello? Hey Steve, can we discuss about later?
എന്താണോ അവിടെ തന്നെ നിൽക്കുന്നേ? ഉള്ളിലേക്ക് കയറി വാ. ഏയ്, താൻ എന്താണോ ഈ കാണിക്കുന്നേ? എന്താ ഇത്? അത് അമ്മ പറയുന്ന കേട്ടു, പാല് കൊടുത്തു കഴിഞ്ഞ കാല് വീണ് അനുഗ്രഹം വാങ്ങിക്കുന്ന ചടങ്ങുണ്ടെന്ന്. വാട്ട്? ഓ, ഈ അമ്മ അങ്ങനൊക്കെ പറയും. താനായിട്ടല്ലേ ഇതൊക്കെ കേൾക്കാൻ പോയെ? ഇതെന്തിനാ? തനിക്ക് രാത്രി പാല് കുടിക്കുന്ന ശീലമുണ്ടോ? ഉഹും. അമ്മ തന്നു വിട്ടയാ. ഓ, അയ്യോ, മുഴുവൻ കുടിക്കല്ലേ. എന്തു പറ്റി? അല്ല, അമ്മ പറഞ്ഞു അത് രണ്ടാൾ കൂടിയുള്ളതാണെന്ന്. ഓ, സോറി. തനിക്ക് ടെൻഷനുണ്ടോ? ടെൻഷനൊന്നും വേണ്ടടോ. ബി ഫ്രീ വിത്ത് മീ, ഓക്കെ? നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. സോ അതുവരെ നമുക്ക് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, ലൈക്ക് എ ഗുഡ് ഫ്രണ്ട്സിനെ പോലെ. എടോ, തനിക്കിത് കംഫർട്ടബിൾ ആണോ ഇങ്ങനെ കിടക്കുന്നേ? ഐ മീൻ ഈ ഡ്രസ്. ചെല്ലി പോയി ചേഞ്ച് ചെയ്തിട്ട് വാ. എത്ര പെട്ടെന്നാണ് എല്ലാം മാറിയത്. Now I'm sharing bed with someone, and that someone is none other than my wife. വാ, പോകാം. പേടിയുണ്ടോ? എന്തിന്? ഞാനില്ലേ കൂടെ, പിന്നെന്താ? എങ്ങനെയുണ്ട് ഏട്ടത്തി നമ്മുടെ സ്വിറ്റ്സർലാൻഡ്? കൊള്ളാം, ഊട്ടി പോലെ തന്നെയുണ്ട്. ഓ ആണോ? ഊട്ടി ഇങ്ങനെയാണോ? ഞാൻ പോയിട്ടില്ല. ഞാനും പോയിട്ടില്ല. എന്റെ സങ്കല്പത്തിലെ ഊട്ടി ഇങ്ങനെയാ. മോള് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ട്രിപ്പ് ഒന്നും പോയിട്ടില്ല അപ്പോ? എന്നെ വിടാഞ്ഞിട്ടല്ല, ഞാൻ പോകാത്തതാ. സ്കൂൾ ടൈമില് അമ്മക്ക് വയ്യാതിരുന്ന സമയായിരുന്നു. വീട്ടില് ഞാൻ മാത്രല്ലേ ഉള്ളൂ. അച്ഛൻ ആഴ്ചയിൽ ഒരിക്കൽ വരൂ. കോളേജ് ആയപ്പോഴും ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. അമ്മ മരിച്ചു, പിന്നെ മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടല്ലോ, അവരെ വിട്ട് ഞാനും പോയില്ല. വാ, അകത്ത് കയറണ്ടേ? നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി വിളക്കെടുത്തിട്ട് വരാം. ഇവിടെ എടുക്കണോ? ഷെടാ, അവൾ ഈ വീടിന്റെ മരുമോളല്ലേ, അപ്പൊ എടുക്കണ്ടേ? റൈറ്റ് ലെഗ് വെച്ച് കേറേട്ടത്തി. എന്നാ മക്കള് റൂമിലേക്ക് ചെല്ലേ, കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്ക്. വാ.
വാ കേറ്. ഇഷ്ടായോ? തനിക്ക് ക്ഷീണം കാണില്ലേ? കുറച്ച് ടൈം റെസ്റ്റ് എടുക്ക്. വേണ്ട, കുഴപ്പമില്ല. അതെന്തേ? അതെനിക്ക് രാവിലെ ഉറങ്ങുന്ന ശീലമില്ല. ഓ അങ്ങനെ. സഞ്ജു ഏട്ടാ, ഇപ്പോ നാട്ടിൽ എത്ര ടൈം ആയിട്ടുണ്ടാവും? നാട്ടിലോ? നാട്ടിലിപ്പോ ഓൾമോസ്റ്റ് ഒരു 10 മണിയൊക്കെ ആയിക്കാണും. രാവിലെയോ രാത്രിയോ? രാവിലെ ഒരു 4-5 മണിക്കൂറിന്റെ ഡിഫറൻസേ ഉള്ളൂ. അല്ല, അച്ഛനെ ഒന്ന് വിളിക്കാൻ. ഓ അതാണോ കാര്യം? അങ്ങനെയല്ല മോളെ, ഇങ്ങത്താ അമ്മ കാണിച്ചു തരാം. എന്താ എന്തു പറ്റി? തുമ്മുന്നു? അറിയില്ല, കുളിച്ചു കഴിഞ്ഞപ്പോ തുടങ്ങിയതാ. തണുത്ത വെള്ളായോണ്ടായിരിക്കും. താൻ തണുത്ത വെള്ളത്തിലാണോ കുളിച്ചേ? ഹീറ്റ് വാട്ടർ ഉണ്ടായിട്ട് താൻ എന്തിനാണോ തണുത്ത വെള്ളത്തിൽ കുളിച്ചേ? ഇവിടത്തെ ക്ലൈമറ്റിന് ആരെങ്കിലും തണുത്ത വെള്ളത്തിൽ കുളിക്കുമോ? എനിക്ക് അറിയില്ലായിരുന്നു ചൂടുവെള്ളമുള്ള കാര്യം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇതിൽ നിന്ന് ഒരെണ്ണം കഴിക്കണം കേട്ടോ. ഇന്നെന്തേ ഇത്ര നേരത്തെ? ഡ്യൂട്ടി നേരത്തെ കഴിഞ്ഞു, അതാ. അല്ല, താരെന്തേ? ഇവിടെ ഉണ്ടായിരുന്നടാ, ഇപ്പൊ റൂമിലോട്ടേക്ക് പോയി. മേല് കഴുകണമെന്ന് പറഞ്ഞു. ഓ അല്ല, ഇതെന്താ? ഇത് അവക്കൊരു ചെറിയ ഗിഫ്റ്റ്. ഓഹോ, പോ അമ്മ. എടോ, ഞാൻ ഓ നോ, അവൾ എന്ത് വിചാരിച്ചു കാണും? സഞ്ജയ്, സ്ലീപ്പ് വെൽ. താര, തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഇന്നലത്തെ ഇൻസിഡന്റ് ആണ്. സോറി. ഞാൻ അതുമല്ല. പിന്നെ അത് പിന്നെ നാണം കൊണ്ട? എന്തിനാ നാണിക്കുന്നേ? ഞാനല്ലേ? ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ. മൈ ഫസ്റ്റ് ഗിഫ്റ്റ്. ഐ ഹോപ്പ് നിനക്ക് ഇഷ്ടമാകുമെന്ന്. തുറന്നു നോക്ക്. ഇഷ്ടായോ? ഒത്തിരി. പക്ഷേ എനിക്കിതിലെ പരിപാടികളൊന്നും അറിയില്ല. അച്ഛന്റെ ഫോൺ ഇത്ര അല്ലായിരുന്നു. അതിനെന്താ, നമുക്കിതൊക്കെ പതുക്കെ പഠിക്കാം. ഞാനില്ലേ കൂടെ. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. സഞ്ജയും താരയും ഇപ്പോൾ പരസ്പരം നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു.
താരയോടൊപ്പം എന്തിനും സഞ്ജയും ഉണ്ടാകും. അവൾ അവനിലൂടെ കുറെ കാര്യങ്ങൾ ചെയ്യാനും മനസ്സിലാക്കാനും പഠിച്ചു തുടങ്ങി. സഞ്ജയ് ഏത് തിരക്കേറിയ അവസരത്തിലും ഒഴിവു സമയങ്ങൾ താരയ്ക്കായി മാറ്റിവെക്കും. കൂടാതെ താര വീണ്ടും പഠിക്കാനും തുടങ്ങി. ഒരു ഹോം സ്റ്റഡി. താര വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വെച്ച് സഞ്ജയ് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചത്. ചുരുക്കത്തിൽ പറഞ്ഞ അവർ നല്ല സന്തോഷത്തോടെ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നു. അവനിപ്പോ എത്തൂലേ മോളെ? വിളിച്ചില്ലേ? ഇപ്പൊ വരും അമ്മ, നിങ്ങൾ ഇറങ്ങിക്കോ. എന്നാ ശരി മോളെ, ഞങ്ങൾ ഇറങ്ങുവാ. ബൈ ഏട്ടത്തി. പോകാം. നീ ജാക്കറ്റ് എടുത്തില്ലേ? അയ്യോ, മറന്നുപോയി. പോയി എടുത്തിട്ട് വാ, നല്ല തണുപ്പുണ്ട്. അത് കുഴപ്പമില്ല, ഇത് പോരെ. എനിക്കിനി അകത്തോട്ട് ഓടാൻ വയ്യ. ഇനി എന്നാ അപ്പോ അസൈൻമെന്റ് വെക്കണ്ടേ? അടുത്ത ആഴ്ചയാ. എഴുതി എഴുതി ഞാൻ മടുത്തു. സാരമില്ല, നാളെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം. നാളെ എനിക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ. ശരിക്കും? ആടോ. അയ്യോ, മഴയാണോ? ആണെന്ന് തോന്നുന്നു. വാ, നമുക്ക് തിരിച്ചു പോവാം. I can't. എനിക്കിനി പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ മാത്രമാക്കിക്കോട്ടെ. എന്നെ പൂർണ്ണമായി എന്റേത് മാത്രമാക്കിക്കോട്ടെ. तुझ संग लगा तुझ संग लगा रहा ना मैं जैसा
യു. मेरा नाम इश्क तेरा नाम इश्क मेरा नाम इश्क तेरा നിനക്ക് ഭാവി ഇപ്പോ വേണോ അതോ കുറച്ചു നാൾ കഴിഞ്ഞു മതിയോ? ഇപ്പൊ മതി. बस मेरा काम इश्क मेरा काम इश्क मेरा काम इश्क मेरा नाम इश्क तेरा नाम इश्क मेरा नाम तेरा नाम मेरा नाम इश्क ये लाल इश्क ये बाजार ഇപ്പോ എങ്ങനെയുണ്ട്? ഇത് ഇന്നലെ തുടങ്ങിയതല്ലേ? ആ, ഇന്നലെ രാവിലെ മുതൽ കഴിച്ചതെന്തോ പിടിച്ചിട്ടില്ല, അതായിരിക്കും. നീ പോയി റെസ്റ്റ് എടുക്ക്, ഞാനിപ്പോ വരാം. ഏ, എവിടെ പോവാ? ഇപ്പോ വരാടാ, നീ കിടക്ക്. ഇതൊന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാ. ആ, അതൊക്കെ പറയാം, നീ പോയിട്ട് വാ. പക്ഷേ ഇതെങ്ങനെയാ നോക്കണ്ടേ? അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. സഞ്ജേട്ടാ, എന്താ? താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റ്സ് മോനെ. അമ്മയ്ക്ക് ഒത്തിരി സന്തോഷായി. എന്നാലും എന്റെ ചേട്ടാ, നീ ഇത്ര വട്ടത്തിൽ ഇതെങ്ങനെ ഒപ്പിച്ചു? സാൻവി, സോറി. എനിവേ, കൺഗ്രാറ്റ്സ് ബ്രോ. ഏട്ടാത്തി, ഐ ലവ് യു ലവ് യു ലവ് യു ലവ് യു ലവ് യു സോ മച്ച് ഡ്യൂഡ്. വേഗം വരണേ, ഐ ആം വെയിറ്റിംഗ്. നീ ആയിരിക്കും ഈ വീട്ടിലെ എന്റെ പാർട്ട്ണർ. നിനക്ക് പാർട്ട്ണർ അല്ലേ വേണ്ടേ? അത് ഞാനാവാടി. വെറുതെ ആ കൊച്ചിനെ നശിപ്പിക്കണ്ട. ഏയ് തമാശ. കൺഗ്രാറ്റ്സ് സഞ്ജയ്, കൺഗ്രാറ്റ്സ് താര. ഓ, ഒന്ന് അനങ്ങി നടക്കോ? ഇങ്ങനെയാണോ നടക്കുന്നേ? എനിക്കിനി വയ്യ, കാല് വേദനിക്കുന്നു സഞ്ജുവേട്ടാ. ആഹാ, ഇന്നലെ നടന്നതിന്റെ പാതി പോലും ആയില്ല, അതിനു മുന്നേ കാല് വേദനയായോ? ദേഹം അനങ്ങി നടന്നാലേ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുമാവേ കിട്ടുള്ളൂ. ഒരു ദിവസം നടന്നില്ലെങ്കിൽ ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടും. പോ. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, നമ്മുടെ വാവയും നീയും ഹെൽത്തി ആയിരിക്കാനല്ലേ ഈ പറയുന്നേ? അതിന് ഇതൊന്നും ചെയ്യണ്ട. ദ്വന്ദ്തരം കുഴമ്പ് തേച്ച് കുളിച്ചാ മതി. എനിക്കും വാവയ്ക്കും നല്ല ആരോഗ്യം കിട്ടും. വാട്ട് വാസ് ദാറ്റ്? നീ ഇപ്പോ പറഞ്ഞ സാധനം? ഓ, അതോ ദ്വന്ദ്തരം കുഴമ്പ്. മുത്തശ്ശി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഗർഭിണികളായ സ്ത്രീകള് ഇത് തേച്ച് കുളിച്ചാല് അത് അമ്മയ്ക്കും പിറക്കാൻ പോകുന്ന കുഞ്ഞിനും നല്ലതാണെന്ന്. ഓഹോ, അപ്പോ നമ്മുടെ മുത്തശ്ശി ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നു ട്രഡീഷണൽ വൈഫി, ഞാൻ അങ്ങ് നമിച്ചു. വാ, നമുക്ക് വീട്ടിൽ പോകാം. സഞ്ജേട്ടാ, എന്തോ? എനിക്ക് ചട്ടിച്ചോറ് കഴിക്കാൻ തോന്നുന്നു. ചട്ടിച്ചോറും? ഈ സ്വിറ്റ്സർലാൻഡിൽ ഞാൻ എവിടെ പോയി മേടിക്കാനാ ചട്ടിച്ചോറ്? നമുക്ക് ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയിട്ട് അമ്മയുടെ മീൻ ചട്ടിയില് കുറച്ച് ചോറ് കൂട്ടി കഴിക്കാം. അത് ചട്ടിയല്ലല്ലോ, പാനല്ലേ? ആ, ഇത് സ്വിറ്റ്സർലാൻഡ് ചട്ടി ആണോ? എന്നാ എനിക്ക് ചോറിന്റെ കൂടെ 2 ഓംലേറ്റും വേണം. 2 എന്തിനാക്കുന്നേ? നമുക്ക് 4 ഉണ്ടാക്കാന്ന്. ശരിക്കും? പിന്നല്ല.